ഇന്നത്തെ ഈ യാത്ര ഒരു നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ്. അത് എൻ്റെ കാരണവർ മോള് ലുജീന മറിയം. ഓളെ നിക്കാഹാണ് ജൂലൈ 19. അപ്പം ഞാനും റോഷാന്തത്തെയും കൂടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ നിക്കാഹ് കുട്ടീനെ കാത്തിക്കുന്ന അവൾ കോളേജും കഴിഞ്ഞ് വരികയാണ്. അവൾ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് തളിപ്പറമ്പിലുള്ള ഗ്രാൻഡ് തേജസിലാണ്. ഗ്രാൻഡ് തേജസിൽ പോയിട്ട് അവിടെ കണ്ട ചുരിദാറിൽ പകുതി മുക്കാലും നമ്മൾ നമുക്കെടുത്തൊക്കെ വിചാരിക്കുന്നത് പുതുവെണ്ണിനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതെന്നല്ല ഓർമ്മയില്ല. അങ്ങനെ കുറേ നോക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊന്നും ഞാൻ വീട്ടിലിട്ട് വെറുപ്പിക്കുന്നില്ല. അങ്ങനെ പെണ്ണ് വന്ന ഉടനെ പെണ്ണിനുള്ള ഡ്രസ്സ് നോക്കിയാൽ നമ്മൾ ഓരോരോ മോഡൽ അവരോട് പറഞ്ഞ് അറബിക് മോഡൽ വേണം, ഗൗണ് വേണം, അങ്ങനെ നമ്മൾ ഓരോരോ ഇഷ്ടങ്ങളും പറഞ്ഞ് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ ചോദിച്ചാൽ അതെന്താ? അത് മുമ്പ് ഒരാൾ ഭർത്താവിനോട് പറയാണ്ട് വന്നിട്ട് ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് വമ്പൻ പ്രശ്നമായി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവൾ ഓരോന്നും ഇട്ട് നോക്കി നല്ല സെറ്റായിട്ട് നമുക്കൊരു തൃപ്തിയാകുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കണ്ണൂരേക്ക് വിട്ട് കണ്ണൂർ എത്തുന്നതിനിടയ്ക്ക് ഒരു അടിപൊളി ചായ കൊടുക്കും, നല്ല കപ്പിയും ബീഫും പൊറോട്ടയും ചിക്കനും. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ കണ്ണൂരുള്ള ഫാമിലിയിലേക്ക് എത്തി. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മായാലോകം തന്നെ. ഫാമിലി പോകുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും, അതൊരു മായാലോകം തന്നെയാണ്. അങ്ങനെ നമ്മൾ ബ്രൈഡലിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവർ ഒരുപാട് അവിടെ കാണിച്ചു തന്നു. അതിൽ ഒന്ന് നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. എങ്കിലും ഇത് അവിടെ മാറ്റി വെക്കാൻ വേണ്ടി നമ്മളൊന്ന് മേലെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മേലെ പോയി നോക്കിയിട്ട് മേലെ ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ ഇട്ടും അങ്ങനെയൊക്കെ നോക്കി. ലാസ്റ്റ് നമ്മൾ ഏതാ എടുത്തതെന്ന് നിക്കാഹിൻ്റെ അന്ന് പെണ്ണിനെ മേക്ക് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏതാണ് ഇവൾക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്, ഈ വീഡിയോയിൽ കണ്ട് ഏതെങ്കിലും നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ പോയി നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒന്നും ഒരു തൃപ്തിയാവുന്നില്ല. നമുക്ക് എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ട്, ആ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് കിട്ടീന് സംഭവം. അങ്ങനെ എല്ലാ സാധനവും മേടിച്ച് ഓരോന്നിങ്ങനെ റേറ്റ് ചോദിക്കുന്നത്, വർക്ക് ചോദിക്കുന്നത്, അതിൻ്റെ വേറെ കളർ ഉണ്ടായിരുന്നു. പൊതുവേ പെണ്ണുങ്ങൾ പോയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് നോക്കി ലാസ്റ്റ് സംഭവം നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാം വാങ്ങി നമ്മൾ ഇതാ അടുത്ത പരിപാടി ഇനി എന്താണെന്ന് വെച്ചാൽ ചെരുപ്പ് വാങ്ങലാണ്. ഒരു നിക്കാഹ് എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് വാപ്പ കുടുംബത്തിൻ്റെ വക എല്ലാം മേടിച്ച് കൊടുക്കണമല്ലോ. അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി. ചെരുപ്പ് ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കി ലാസ്റ്റ് ഒരു ചെരുപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് അതും നിക്കാഹിൻ്റെ അന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഫാമിലീൻ്റെ അകത്തു നിന്ന് തന്നെയാണ് നമ്മൾ ചെരുപ്പും പർച്ചേസ് ചെയ്യുന്നത്. ഫാമിലീൻ്റെ അകത്ത് പിന്നെ എല്ലാം ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഫാൻസിയിലെത്തി. അങ്ങനെ ഫാൻസിയും വാങ്ങി. അങ്ങനെ നമ്മളെ ഈ കുഞ്ഞു വ്ളോഗ് അവസാനിച്ചു.